ഒരു രാവിന് അഥവാ 27-ാം രാവിന് ഒരു അമിതമായ പ്രത്യേകത കൽപ്പിച്ച് അതൊരാഘോഷമാക്കി മാറ്റി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വലിയ ഒരു അപകടം ഇന്നും സമൂഹത്തിൽ ബാക്കിയാണ്. അപ്പോൾ ഈ അവസാന 10ലേക്ക് എത്തിയാൽ ആളുകളുടെ മനസ്സിലുള്ളത് 27 രാവ് എന്നുള്ള ഒരു മനോഭാവമാണ്. ഈ അവസാനത്തെ 10-നെ നമ്മൾ ഒരുങ്ങിയിറങ്ങണം. കഴിഞ്ഞ 10, 15, 20 ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ ഈ 10-ൽ നികത്താൻ വേണ്ടി കഴിയണം. ആ രൂപത്തിൽ അവസാനത്തെ 10-നെ പ്രവാചകനും സഹാബവും ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റമദാനിൻ്റെ എല്ലാ ദിവസങ്ങളും വളരെ പ്രാധാന്യമുള്ളതും ഒരുപാട് ഫളായിലുകൾ നിറഞ്ഞതാണ്. എന്നാൽ അവസാന 10ലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികളെല്ലാവരും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരുപാട് മഹത്വങ്ങൾ പറയപ്പെട്ടിട്ടുള്ള സമയങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച ഒന്നാമതായിട്ട് നമ്മൾ മുന്നോട്ട് നീക്കുന്നത്. വിശ്വാസികൾ റമദാനിൻ്റെ അവസാന 10ലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടുന്ന, നമ്മൾ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന ഏരിയകൾ എന്താണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് സഫീർ അലി കമി നമ്മോടൊപ്പം ചേരും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. വിശുദ്ധമായ റമദാൻ മാസം ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരവുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. റമദാൻ്റെ ഒരുപാട് ദിനരാത്രങ്ങൾ 3-ൽ 2 ഭാഗം കഴിയാനിരിക്കുകയാണ്. റമദാൻ മാസത്തെ പരമാവധി മുതലാക്കുക, ഓരോ സമയത്തെയും ഉപയോഗപ്പെടുത്തുക എന്നതായിരിക്കണം വിശ്വാസിയുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് സഹാബികളെ പരിവർത്തിപ്പിച്ചെടുത്തത്. അതിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു ഓട്ട മത്സരത്തിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുന്ന പ്രതീതിയാണ് യഥാർത്ഥത്തിൽ അവസാന 10ലേക്ക് കടക്കാൻ നമുക്ക് ഉണ്ടാകേണ്ടത്. ആദ്യം ഒന്ന് പതുക്കാൻ ഓടിയെങ്കിലും അവസാനിക്കാനിരിക്കുമ്പോൾ ഒന്ന് വേഗത്തിൽ മുന്നോട്ട് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്ക് മത്സരിക്കുന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞത് അങ്ങനെ വസാരിഉ വസാബിഖു ഫഫിറു ഇലല്ലാഹ്, ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ പ്രയോഗം. റബ്ബിലേക്കുള്ള വിഷയത്തിൽ പെട്ടെന്ന് ഓടിയെടുക്കാനാണ് പറഞ്ഞത്. ആ രൂപത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് നന്നായി അടുക്കാൻ, നന്നായി പണിയെടുക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ 10. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ പഠിപ്പിക്കുന്നത് യജ്തഹിദു ഫീ അശ്റൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി എന്നാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ ഇജ്തിഹാദ് ചെയ്യും അവസാനത്തെ 10-ൽ. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ കഠിന പരിശ്രമം ചെയ്യാൻ, ഒരു നിമിഷം ഒഴിവാക്കാതെ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പരമാവധി ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10-ന് ഉപയോഗപ്പെടുത്തുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു പോലെ പ്രവാചകന്റെ ഭാര്യമാർ പഠിപ്പിക്കുന്നു, പ്രവാചകൻ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ ഷദ്ദമി ഇസറഹു വ ഐഖദ അഹ്ലഹു വ അഹ്യാ ലൈലഹു എന്നൊക്കെ കാണാം. അഥവാ അരമുണ്ട് മുറുക്കി കൊടുക്കും. അതിന് 2 ഉദ്ദേശങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നര ഉറുക്കി നന്നായി ഒന്ന് പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങുമല്ലോ. രണ്ടാമത്തേത് ഭാര്യമാരിൽ നിന്നും വിട്ടു നിൽക്കുന്ന, ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഉദ്ദേശം അതിന് പഠിപ്പിക്കപ്പെടുന്നു. അതേപോലെ തന്നെ രാത്രിയെ ജീവിപ്പിക്കും, അഹ്യാ ലൈലഹു, രാവിലെ ജീവിക്കും. കടന്നുറങ്ങേണ്ട സമയമല്ല അവസാനത്തെ 10. അവസാനത്തെ 10 രാവിലെ ജീവിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തുകളുമായി കൊണ്ട് അടുക്കേണ്ട സമയമാണ്. അത് ഒറ്റയ്ക്ക് മാത്രം ചെയ്താൽ പോരാ. വ ഐഖല അഹ്ലഹു, പ്രവാചകൻ്റെ വീട്ടുകാരെ പ്രവാചകൻ വിളിച്ചിരുന്നു. അങ്ങനെ കുടുംബത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10-ൽ ധാരാളമായി പണിയെടുക്കും. ഇനി എങ്ങനെയാണ് അവസാനത്തെ 10-ൽ പണിയെടുക്കുക? പ്രവാചകൻ അവസാനത്തെ 10 പരിപൂർണമായും പള്ളിയിലായിരുന്നു. അതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയാം, ഭജന ഇരിക്കുക മലയാളത്തിൽ പറയും. അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ നിന്ന്, അതേപോലെ തന്നെ ജോലി തിരക്കുകളിൽ നിന്ന്, വ്യക്തിപരമായ മറ്റെല്ലാ വിഷയങ്ങളും, ഭൗതികമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി പ്രവാചകന് പരിപൂർണമായ പള്ളിയിൽ പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു അവസാനത്തെ 10. വിശ്വാസം എല്ലാ റമദാനിലും 10 ദിവസം എഴുത്തിക്കാഫിരിക്കും. അവസാനത്തെ പ്രവാചകൻ വഫാത്തായ വർഷം 20 ദിവസം ഇരുന്നു എന്ന ഹദീസിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ മാത്രമാണ് ഇത്തിക്കാഫ്. സ്ത്രീകൾ പള്ളിയിലേക്ക് കയറാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ചർച്ച സാധാരണ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാറുള്ളത്. പള്ളികളിൽ മാത്രമാണ് ഇത്തിക്കാഫ് എന്നുള്ള അവരെല്ലാവരും പറയുന്ന കാര്യമാണ്. പ്രവാചകൻ്റെ ഭാര്യമാർ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നു. അങ്ങനെ ഇത്തിക്കാഫ് ഇരുന്നു കൊണ്ട്, ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കലാണ്. സാധ്യമാകുമെങ്കിൽ പ്രവാചകൻ ഇരുന്നത് പോലെ 10 ദിവസം രാവും പകലും പരിപൂർണമായി, അഥവാ റമദാൻ 19 20 കഴിഞ്ഞ് 21-ൻ്റെ രാവിൽ മഗ്രിബ് നമസ്കാരത്തോടു കൂടി പള്ളിയിലേക്ക് പ്രവേശിച്ച് എഴുത്തിക്കാഫ് നിയത്തിൽ പ്രവേശിക്കണം. രാവും പകലും പരിപൂർണമായ പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ തോന്നുമ്പോഴൊക്കെ എല്ലാ ആവശ്യത്തിനും പോവുക, അങ്ങനെ അതിന് എഴുത്തിക്കാഫ് എന്ന് പറയില്ല. മറ്റുള്ള ആളുകളുമായിട്ടുള്ള, അതെ, നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ
എഴുത്തിക്കാപ്പിരിക്കാൻ വേണ്ടി പള്ളിയിൽ ഇരുന്നാൽ പിന്നെ സൊറ പറയാൻ വേണ്ടി കുറച്ച് ഏരിയ, കൂട്ടുകാരൊക്കെ ഒരുമിച്ചാണ് പോയിരിക്കുക, എന്നിട്ട് മൊബൈൽ ഫോണിൽ കളിക്കുക, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ സംസാരിച്ച സമയം കളയുക, ഇതെല്ലാം എഴുത്തിക്കാഫ്. സഹാബികൾ പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. അവരൊക്കെ ഓരോ ഹൈമകൾ കിട്ടുമായിരുന്നു എന്നാണ്. കമ്പുകൾ കൊണ്ടുവന്ന് തുണി കൊണ്ട് ഒരു ടെൻറ്റ് കെട്ടിയിട്ട് ഓരോരുത്തരും ഓരോ ടെൻറ്റിനകത്തിരിക്കും. എന്നിട്ട് അവർ നമസ്കാരവും ഖുർആൻ പാരായണവും പ്രാർത്ഥനകളും, സഹാബികളൊക്കെ ഓരോ സഹാബികളുടെ ടെൻറ്റിൽ നിന്നും തേങ്ങലുകൾ പുറത്ത് കേൾക്കാമായിരുന്നു. കാരണം അവർ അള്ളാഹുവിലേക്ക് ധാരാളമായി താണുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു ചോദിച്ചു, റസൂൽ അവസാനത്തെ 10 ഞാൻ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ ചോദിച്ചു, നീ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്ന, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച, എൻ്റെ പാപങ്ങൾ പുറത്ത് എനിക്ക് വിടുതൽ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു. കാരണം അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരു സമയം, ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. അപ്പോൾ ആ രൂപത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്നായി പാപമോചനം തേടി ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത് ഭൗതികമായ വിഷയങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് നന്നായി പണിയെടുക്കേണ്ട സമയമാണ്. അങ്ങനെ നമ്മൾ ഈ അവസാനത്തെ 10 നമ്മൾ ഒരുങ്ങിയിറങ്ങണം. കഴിഞ്ഞ 10, 15, 20 ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ ഈ 10 നികത്താൻ വേണ്ടി കഴിയണം. ആ രൂപത്തിൽ അവസാനത്തെ 10 പ്രവാചകനും സഹാബി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്, തീർച്ചയായും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊന്ന് വിലയിരുത്തേണ്ട ഒരു സമയമാണ്. അതോടൊപ്പം വരുന്ന ദിവസങ്ങളെ കൂടുതൽ ആവേശപൂർവ്വം ഒരു മത്സരബുദ്ധിയോടുകൂടി തന്നെ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ തന്നെ നമ്മൾ ആ രൂപത്തിൽ പിന്നെ വരുന്ന ദിവസങ്ങളെ ശരിക്കും മുതലാക്കണം എന്നുള്ളത് തന്നെയാണ് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം. ഇപ്പോൾ സഫർ അലി കമി സംസാരിച്ച് അവസാനിപ്പിച്ചിടത്ത് ലൈലത്തുൽ ഖദർ എന്നുള്ള ആ ഒരു ഏരിയ പറഞ്ഞല്ലോ. ലൈലത്തുൽ ഖദർ ഈ അവസാനത്തെ 10 ഇങ്ങനെ കൂടുതലായി ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ പള്ളിയിൽ തന്നെ ചിലവഴിക്കണമെന്നും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം തന്നെയാണ് ഈ ഒരു അവസാനത്തെ 10 ഇത്രയും ഗൗരവമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഒന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് മുസാസുലായി, ഇവിടെ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10മായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ലൈലത്തുൽ ഖദർ എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. ഖൈറുമിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായിട്ടുള്ള രാത്രിയാണ് എന്ന് പറഞ്ഞാൽ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശ്രേഷ്ഠതയെ ഹനിക്കുന്ന അല്ലെങ്കിൽ അതിനെ അവമതിക്കുന്ന രീതിയിലുള്ള കുറേ പ്രവർത്തനങ്ങൾ സമൂഹത്തിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിക്കാണ് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠത ഉള്ളത്. ആ നിലക്കൊരു വിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് സൂഫികളിൽ നിന്ന് കയറി വന്ന ഒരു വിശ്വാസമാണ്. അപ്പോൾ അത് വിശുദ്ധ ഖുർആനെതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് എതിരാണ്. അതുപോലെ ലൈലത്തുൽ ഖദർ നമുക്കെല്ലാവർക്കും അറിയാം, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണ്. വളരെ വ്യക്തമായി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് അംഗീകരിക്കാത്ത ആളുകൾ സമൂഹത്തിലുണ്ട്. അഥവാ ശഅബാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, റമദാനിലുള്ള അവതരണം മറ്റൊരു രീതിയിലുള്ളതാണ് എന്ന നിലക്കൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഖുർആൻ ഗണ്യതമായി പറഞ്ഞ ഷഹുർ റമദാനല്ലദി ഉൻസില ഫീൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അവർ സംശയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം സമൂഹത്തിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. പിന്നെ ഈ ലൈലത്തുൽ ഖദർ ഒറ്റയിട്ട രാവിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ഒരു രാവിന് അഥവാ 27-ാം രാവിന് ഒരു അമിതമായ പ്രത്യേകത കൽപ്പിച്ച് അതൊരാഘോഷമാക്കി മാറ്റി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വലിയ ഒരു അപകടം ഇന്നും സമൂഹത്തിൽ ബാക്കിയാണ്. അപ്പോൾ ഈ അവസാന 10ലേക്ക് എത്തിയാൽ ആളുകളുടെ മനസ്സിലുള്ളത് 27 രാവ് എന്നുള്ള ഒരു മനോഭാവമാണ്. ബാക്കി രാത്രികൾക്കൊന്നും വേണ്ട രൂപത്തിലുള്ളൊരു വില കൊടുക്കാൻ പലരും തയ്യാറാകുന്നില്ല. എന്നിട്ട് ഈ 27 രാവിൻ്റെ ഭക്ഷണത്തിനും അന്നുള്ള പുത്തനാചാരങ്ങൾക്കും വലിയ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതി സമൂഹത്തിലുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ അവസാന 10കൾക്ക് അതിൽ പിന്നെ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ട് ലൈലത്തുൽ ഖദറിന് ഇല്ലാത്ത കുറേ പോരിശകൾ പറയുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ മഗ്രിബും ഇശാ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുത്താൽ അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടും, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും എന്തല്ല ആ നിലക്കുള്ള കാര്യങ്ങളില്ല.
അതേപോലെ സ്വഹിയായി വരാത്ത കുറേ ദിക്റുകളും മറ്റൊക്കെ ഇത് ചൊല്ലിയാൽ കിട്ടും എന്ന നിലക്കുള്ള കുറേ പ്രചരണങ്ങൾ. പിന്നെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ശ്രേഷ്ഠതകളായി പഠിപ്പിക്കപ്പെട്ട കാര്യം എന്താണോ അതിൽ നിന്ന് ആളുകളെ പരിപൂർണമായും അകറ്റുക. അതൊന്നും പറഞ്ഞു കൊടുക്കാതെ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതിലാളുകളെ തളച്ചിടുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. ഇനി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ നമുക്ക് തന്നിട്ടുള്ള മാതൃകയുടെ ഒരു ആകത്തുക എന്താണ്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുത്തു എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഈ അവസാന 10ലേക്ക് കടന്നാൽ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, ശ്രദ്ധ കൊടുക്കുകയാണ്. 2, സമയത്തെ പരിഗണിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. പിന്നെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്നല്ല, സമയത്തെ പരിഗണിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങൾ പ്രത്യേകം പരിഗണിച്ചു. ഇപ്പോൾ ലൈലത്തുൽ ഖദർ ഒറ്റയിട്ട രാവിലാണ്. അപ്പോൾ അതിനെ പ്രത്യേകം അവിടുന്ന് പരിഗണിച്ച് കുടുംബത്തിനെ ശ്രദ്ധിച്ചു, സ്വന്തത്തെ ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് നല്ല ഒരു മാതൃകാപൂർണമായ ജീവിതം, ഒരു കർമ്മരംഗത്ത് വിശ്വാസരംഗത്ത് ന്യൂനതകളോ അവ്യക്തതകളോ ഒന്നുമില്ലാത്തൊരു മാതൃകാപൂർണമായ ജീവിതം അവിടുന്ന് നയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളിൽ നല്ല ഉന്മേഷം, അത്യുത്സാഹം കാണിക്കണം എന്ന ഒരു പാഠം ഇതിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രാത്രിയിലും പകലിലും സമയം നഷ്ടപ്പെടുത്തരുത്, സമയം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കണം എന്ന ഒരു പാഠം ഈ അവസാന 10കളുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കണം. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ലൈലത്തുൽ ഖദർ സൂചിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് തന്നെ എന്ത് ചെയ്തു, ഇതിൻ്റെ മഹത്വം പറയാൻ വേണ്ടി സൂറത്തുൽ ഖദർ എന്ന പേരിൽ ഖുർആനിൽ കൊണ്ടുവന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അതിൻ്റെ അവതരണം നിർണയത്തിൻ്റെ രാത്രിയിലാണ്. അതേപോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ മുബാറക, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിലാണ് എന്ന് സൂറത്ത് ദുഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ആയത്തുകളും നോക്കുകയാണെങ്കിൽ ഇത് ഖൈറും മിൻ അൽഫി ഷഹറാണ്. അപ്പോൾ അന്ന് നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് 1000 രാത്രി നമ്മൾ നിർവഹിച്ചിട്ടുള്ള കൂലിയാണ് അള്ളാഹു എന്ത് ചെയ്യുക, കണക്കാക്കുക. അതേപോലെ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുന്ന അത്രയും റഹ്മത്തും ബറക്കത്തും ചൊരിയപ്പെടുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ മലക്കുകളിലെ പ്രധാനിയായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വരവ് അന്നുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലെ ആയത്ത് ഓതിയിട്ടാണ്. പിന്നെ സലാം, സമാധാനപൂർണമായ രാത്രിയാണ്. അതേപോലെ ശിക്ഷ ഇറങ്ങുന്ന രാത്രിയല്ല. അതേപോലെ ആഫാത്തുകൾ, അപകടങ്ങൾ ഒന്നും ഉണ്ടാകുന്ന അതിനൊക്കെ ഒരു സുരക്ഷിതത്വം കിട്ടുന്ന രാത്രിയാണ്. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സൃഷ്ടികളുടെ ഫിഹാ യുഫറഖു കുല്ലു അംറിൻ ഹക്കീം, അടുത്ത വിധി നിർണയത്തിൻ്റെ രാത്രി വരെ സൃഷ്ടികൾക്കിടയിൽ നടക്കാനുള്ള കാര്യങ്ങൾ, അവരുടെ റിസ്ഖിൻ്റെ കാര്യം, അജലിൻ്റെ കാര്യം, അതേപോലെ സഈദ് ഷഖീയ് പോലുള്ള വിഷയങ്ങൾ, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, ഇങ്ങനെ അള്ളാഹു തീരുമാനിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറക്കപ്പെടുന്ന രാത്രി കൂടിയാണ് ഏത്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും ശ്രദ്ധ കൊടുക്കേണ്ട, വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു രാത്രിയാണ് എന്ന് അതിനെ വിശേഷിപ്പിക്കപ്പെടാനുള്ള കാരണം അതാണ്. ഇവിടെ ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ വിധി നിർണയത്തിൻ്റെ രാത്രി, അല്ലെങ്കിൽ ഒരു മഹത്വമുള്ളൊരു തഅലീം, ആ രാത്രിക്കൊരു മഹത്വമുണ്ട് എന്നാണ് എന്ത് ചെയ്യണത് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ നിലക്ക് തന്നെ വിശ്വാസികൾക്ക് അതിനെ കാണാൻ കഴിയണം. അന്നിങ്ങനെ ആലംഭാവത്തോടുകൂടി അശ്രദ്ധയോടുകൂടി ഉറങ്ങിയിട്ടും അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംസാരങ്ങളിൽ ഏർപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ കഴിച്ചു കൂട്ടേണ്ട രാത്രിയല്ല, നമ്മളതിനെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട രാത്രിയാണ് എന്ന നിലക്ക് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. മാത്രവുമല്ല, പാപങ്ങൾ പുറത്ത് കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ചെറിയ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ കാരണമാകും. എങ്ങനെ വേണം? വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ കാര്യം നമ്മൾ ചെയ്യണം എന്നാണ്. ഇപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിലൊക്കെ ആ നിലക്ക് നമ്മൾ ചെയ്യണം. ഇവിടെ ശൈത്വാൻ്റെ ഇടപെടൽ, ശൈത്വാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രയാസപ്പെടുത്തൽ, അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്ന ഒരു രാത്രി എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട രാത്രിയാണ്. അതേപോലെ ഒറ്റയിട്ട രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ 21,
23, അതുപോലെ പിന്നെ 25, 27, 29. അത് 25, 27, 29 രാത്രികൾ പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു. അപ്പോൾ അവിടെ പിന്നെ പ്രയോഗിച്ച പ്രയോഗം തന്നെ തഹറൗ എന്നാണ്. ഒന്നൊരു കണിശതയിൽ കാണണം. ഇങ്ങനെ പിന്നെ അശ്രദ്ധയിലോ അല്ലെങ്കിൽ അത് കിട്ടിയാൽ കിട്ടട്ടെ എന്ന നിലക്കൊന്നുമല്ല, ഒന്നൊരു ശ്രദ്ധയിൽ കാണണം എന്ന് തന്നെയാണ് എന്തായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർദ്ദേശിച്ചത്. എന്നാൽ അത് ഇന്ന രാത്രിയാണ് എന്ന് പ്രത്യേകം നിർണയിച്ച് പറഞ്ഞിട്ടില്ല. അത് ഒരു ഹിക്മത്ത് അല്ലാഹ് കയ്യിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു, അവിടുന്ന് അത് പിന്നെ മറക്കപ്പെട്ടു എന്നൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച, ഉദാഹരണം വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയം ഏതാന്നുള്ളത് എന്തല്ല ഒരു വ്യക്തമായിട്ട് പറയാൻ സാധ്യമല്ല. അതേപോലെ ഇത് ഇന്ന രാത്രിയാണ് എന്ന് പ്രത്യേകം എന്തായിട്ടില്ല, നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു രാത്രിയെ മാത്രം കണക്കാക്കി നമ്മൾ അതിൽ മുഴുകാതിരിക്കാനാണ്. അപ്പോൾ 27-ാം രാത്രിയാണ് നിർണയിച്ച് പറഞ്ഞാൽ ബാക്കി രാത്രിക്കൊന്നൊരു വിലയുണ്ടാവില്ല, 27 മാത്രമായിരിക്കും ആളുകൾ. അപ്പോൾ അതാണ് അതിനെ വിശദീകരിക്കപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്ക് ആ രാത്രിയെ തേടി ഏത് രാത്രിയാണെന്നറിയില്ല, അപ്പോൾ 21 23 അന്ന് കുറച്ച് കൂടുതൽ ആരാധനകളിൽ മുഴുകാൻ അതൊരു കാരണമാണ്. അതേപോലെ തന്നെ പിന്നെ ഇബാദത്തിൽ മുഴുക മാത്രമല്ല, പരമാവധി കഠിനാധ്വാനം ചെയ്യുക, ക്ഷീണമൊക്കെ മറന്ന് അലസതയും മടിയൊക്കെ മാറ്റി നന്നായി കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഹിക്മത്ത് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി ആ രാത്രിയുടെ അടയാളങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അന്നത്തെ സൂര്യൻ്റെ ഉദയം അതൊരു പിന്നെ ഒരു പ്രത്യേക തെളിച്ചത്തോടു കൂടിയായിരിക്കും. ശക്തമായ ഒരു കുത്തുള്ള രൂപത്തിൽ സൂര്യരശ്മികൾ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ അതൊരു ലൈല ത്വൽഖ, ഒരു വളരെ സഹിലായ എളുപ്പമായി തോന്നുന്ന ഒരു രാത്രിയായിരിക്കും. ഒരു ചൂടോ അല്ലെങ്കിൽ ശക്തമായ തണുപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും അന്നത്തെ ഇല്ലാത്ത വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഉള്ളതിൽ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ആരോഗ്യത്തെയും സമയത്തെയും ചെലവഴിക്കാനാണ് വിശ്വാസികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത്. കഴിഞ്ഞ രാത്രി ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞുള്ള പിറ്റേ ദിവസം സൂര്യോദയത്തെക്കുറിച്ച് അടയാളമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ രാത്രി ആയിരുന്നു പുലർച്ചെ നമ്മളെ മനസ്സിലാകാം. ഓരോ ദിവസവും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പണിയെടുക്കാൻ പറഞ്ഞു. ഇന്ന ദിവസം മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ 27 മാത്രം ഒരു അവസ്ഥയുണ്ട്. പ്രവാചകൻ 10 ദിവസം അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലായി. 27 മാത്രം പിന്നെ ഇത്തിക്കാഫിന് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ 27 പ്രത്യേകമായിട്ട് പാടത്തേക്കും പറമ്പിലേക്കും മൈതാനത്തേക്കും കൊണ്ടുവന്ന അങ്ങനത്തെ അവസ്ഥകളാണ്. നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം പ്രൂഫ് പോയിന്റിൽ അത് ചർച്ചയ്ക്ക് എടുത്തതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തിനായിരുന്നാലും ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞത് നേരത്തെ അർത്ഥം പറഞ്ഞപ്പോൾ മുസ്തഫ 1000 രാത്രി എന്നാണ് പറയുക, 1000 മാസത്തേക്കാളും ശ്രേഷ്ഠമായത് എന്നാണ്. അത് ആ രൂപത്തിൽ അള്ളാഹു നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണത്. അത് നേടാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഫضലാണ്. ഒരു മനുഷ്യന്റെ ആയുഷ്കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ പുണ്യം. തടയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തന്നെ തടയപ്പെട്ടു. അതെ അതെ.